ഓം ശാന്തി. എൻ്റെ ഹൃദയേശ്വരനായ ബാബ, ഗുഡ് മോർണിംഗ്. ഞാൻ സിദ്ധി സ്വരൂപ ആത്മാവാണ്. ഞാൻ ആത്മ ഭൃഗുടി സിംഹാസനത്തിൽ സദാ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന സർവശക്തികളാലും സമ്പന്നമായ സിദ്ധി സ്വരൂപ ആത്മാവാണ്. സർവസിദ്ധിദാത സർവശക്തിമാനായ ശിവബാബ പരംധാമത്തിൽ നിന്നും ഇറങ്ങി വന്ന് എൻ്റെ മസ്തകത്തിന് മുകളിൽ ഛത്രഛായയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. സർവശക്തിമാനായ ബാബ തൻ്റെ സർവശക്തികളുടെയും കിരണങ്ങളോടൊപ്പം ഞാനാകുന്ന ആത്മാവിനെ മാസ്റ്റർ സിദ്ധിദാതാവാക്കി മാറ്റുന്നു. ഈ ശരീരത്തിൻ്റെ മസ്തക സിംഹാസനത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രമാണ് ഞാൻ. സർവശക്തിമാനായ ബാബയിൽ നിന്നും പ്രവഹിക്കുന്ന കിരണങ്ങൾ സുഖത്തിൻ്റെയും ശാന്തിയുടെയും ആനന്ദത്തിൻ്റെയും പവിത്രതയുടെയും സർവശക്തികളുടെയും കിരണങ്ങൾ സർവസിദ്ധികളും ആത്മാവായ ഞാൻ തൻ്റെ ഉള്ളിൽ നിറച്ചുകൊണ്ടിരിക്കുന്നു. എത്ര ശക്തിശാലിയായ അനുഭവമാണിത്! തൻ്റെ ശ്രേഷ്ഠ സങ്കൽപ്പങ്ങളാൽ മുഴുവൻ സൃഷ്ടിയുടെയും മുഴുവൻ ബ്രഹ്മാണ്ടത്തിൻ്റെയും മുഴുവൻ പ്രകൃതിയുടെയും സർവ ആത്മാക്കളുടെയും മംഗളം ചെയ്യുന്ന ആത്മാവാണ് ഞാൻ. സർവശക്തിമാനായ ശിവബാബ എൻ്റെ മസ്തകത്തിന് മുകളിൽ നിൽക്കുന്നു. ബാബയിൽ നിന്നും അനന്തശക്തികളുടെ കിരണങ്ങൾ ഞാനാകുന്ന ആത്മാവിലേക്ക് പതിയുന്നു. ഞാൻ ആത്മാ സിദ്ധി സ്വരൂപമായി മാറിക്കൊണ്ടിരിക്കുന്നു. എത്ര സുന്ദരമായ ശീതളമായ സുഖദായിയായ അനുഭവമാണ്. ബാബയുടെ കിരണങ്ങൾ എൻ്റെ ഓരോരോ രോമരോമങ്ങളിലേക്കും വ്യാപിക്കുകയാണ്.
എൻ്റെ ഓരോരോ ഞരമ്പുകളിലേക്കും നിറയുകയാണ്. ഞാൻ സിദ്ധി സ്വരൂപ ആത്മാവാണ്. ഞാൻ എൻ്റെ തന്നെ സങ്കല്പങ്ങളിലൂടെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് ശാന്തിയുടെ കിരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിലെ ഏതെല്ലാം അശാന്തരായിരിക്കുന്ന ആത്മാക്കളാകട്ടെ, അവർക്കെല്ലാം തന്നെ ശാന്തി ലഭിക്കുകയാണ്. ഏതെല്ലാം ആത്മാക്കൾ അലഞ്ഞുകൊണ്ടിരിക്കുന്നുവോ അവർക്കെല്ലാം തന്നെ ലക്ഷ്യം ലഭിക്കുകയാണ്. എല്ലാ ആത്മാക്കളും പരമാത്മാവിൻ്റെ ശരണങ്ങളിലേക്ക് വരുന്നു. ശാന്തി സാഗരനിൽ നിന്നും പരിധിയില്ലാത്ത ശാന്തിയുടെ അനുഭവം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആഹാ, എത്ര സുന്ദരമായ അനുഭവം! ഞാൻ പവിത്ര ആത്മാ, സർവശക്തികളാലും സമ്പന്നമായ ആത്മാ, സർവശക്തിവാനായ ബാബയുടെ കിരണങ്ങളെ എൻ്റെ ഈ കണ്ണുകളിലൂടെ, മസ്തകത്തിലൂടെ, വരദാനീ ഹസ്തങ്ങളിലൂടെ മുഴുവൻ ലോകത്തിനും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ആനന്ദത്തിൻ്റെയും പവിത്രതയുടെയും കിരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. മുഴുവൻ പ്രകൃതിയും സുഖദായിയായി മാറുന്നു. മുഴുവൻ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ചന്ദ്രനും എല്ലാം തന്നെ തൻ്റെ സുഖദായി സ്വരൂപത്തിലേക്ക് വരുന്നു. ഞാൻ സിദ്ധി സ്വരൂപ ആത്മാ, ഇപ്പോൾ മുതൽ ഈ 5 കർമ്മേന്ദ്രിയങ്ങളിലൂടെയും ശ്രേഷ്ഠവും സുഖദായിയുമായ പുണ്യകർമ്മങ്ങൾ ചെയ്യുവാൻ തുടങ്ങുന്നു. എൻ്റെ ഓരോ സങ്കല്പവും സുഖസങ്കല്പമായിരിക്കും. എൻ്റെ ഓരോ സങ്കല്പവും മംഗളകാരി സങ്കല്പമാണ്. എൻ്റെ ഓരോ സങ്കല്പവും സഫലതാമൂർത്തിയായിരിക്കും. എൻ്റെ ഓരോ സങ്കല്പവും ആനന്ദമയമായിരിക്കും. എൻ്റെ ഓരോ സങ്കല്പവും
സൃഷ്ടിയിലെ മുഴുവൻ ആത്മാവിൻ്റെയും മംഗളത്തിന് വേണ്ടിയുള്ളതായിരിക്കും. ഞാൻ സിദ്ധി സ്വരൂപ ആത്മാ നിരന്തരം പ്രകൃതി സ്നേഹിയാണ്. തൻ്റെ സങ്കല്പങ്ങളിലൂടെ പുതിയ സൃഷ്ടിയുടെ നിർമ്മാണം ചെയ്യുന്നവനായിരിക്കും. ഏതെല്ലാം ആത്മാക്കൾ ഞാനാകുന്ന ആത്മാവിൻ്റെ സമ്പർക്കത്തിലേക്ക് വരുന്നുവോ അവർക്കെല്ലാം തന്നെ അളവറ്റ ശാന്തിയും സഫലതയും വരദാനങ്ങളും നിരന്തരം പ്രാപ്തമാകുന്നു. ഞാൻ സിദ്ധി സ്വരൂപ ആത്മാ ഈ സൃഷ്ടിയുടെ മുഴുവൻ വസ്തുക്കളുടെയും വൈഭവങ്ങളുടെയും എല്ലാത്തിൻ്റെയും പരിവർത്തനം ചെയ്യുന്ന ആത്മാവാണ്. എൻ്റെ നയനങ്ങളുടെ മുമ്പിൽ എന്തെല്ലാം ദൃശ്യങ്ങൾ ഞാൻ കാണുന്നുവോ അതെല്ലാം തന്നെ സമ്പൂർണ്ണ സുഖദായിയും ആനന്ദമയവുമായിരിക്കും. ദിവ്യമായ ദൃശ്യങ്ങളായിരിക്കും. ഞാൻ സിദ്ധി സ്വരൂപ ആത്മാ എൻ്റെ തന്നെ സങ്കല്പത്തിലൂടെ സംഗമയുഗത്തിൽ ലഭിച്ചിട്ടുള്ള ഈ സുന്ദരമായ ഗിഫ്റ്റ്, ഈ ബ്രാഹ്മണ ശരീരം, ഇതിനെ നിരന്തരം പവിത്രമാക്കി വയ്ക്കുന്നതിനുള്ള ദിവ്യശക്തികൾ എൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും പ്രകൃതിയിലേക്ക് വ്യാപിപ്പിക്കും. ഞാൻ ആത്മാ ബ്രാഹ്മണ ശരീരത്തിലൂടെ ജന്മജന്മാന്തരത്തേക്കുള്ള ഭാഗ്യമുണർത്തുന്നു. ഞാൻ സിദ്ധി സ്വരൂപ ആത്മാ പരമാത്മാ ശക്തികളെ നിരന്തരം തൻ്റെ ഉള്ളിൽ നിറച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ മുന്നിൽ എൻ്റെ സമ്പൂർണ്ണ സ്വരൂപം, എൻ്റെ ഫരിസ്താ സ്വരൂപം ഞാൻ കാണുകയാണ്. ആഹാ, എത്ര സുന്ദരമായ ശക്തിശാലി സ്വരൂപമാണിത്. ഇതാണ് എൻ്റെ അന്തിമ സ്വരൂപം, സിദ്ധി സ്വരൂപ സമ്പൂർണ്ണ ഫരിസ്താ സ്വരൂപം. ഞാനിപ്പോൾ എൻ്റെ സമ്പൂർണ്ണ ഫരിസ്താ സ്വരൂപത്തിൽ മുഴുവൻ സൃഷ്ടിയിലും ചുറ്റിക്കറങ്ങുകയാണ്.
ഈ സൃഷ്ടിയിലെ മുഴുവൻ ആത്മാക്കൾക്കും ഞാൻ സകാശ നൽകുകയാണ്. പഞ്ചതത്വങ്ങൾക്കും ഞാൻ സകാശ നൽകുകയാണ്. എത്ര ശക്തിശാലിയായ അനുഭവമാണ്. ഞാൻ സിദ്ധി സ്വരൂപ ആത്മാവാണ്. സിദ്ധി സ്വരൂപ ആത്മാവായ ഞാൻ മറ്റുള്ളവരെ പ്രതി എന്ത് സങ്കല്പം രചിച്ചാലും അത് സുഖദായിയായിരിക്കും, മംഗളകാരിയായിരിക്കും. ഇപ്പോൾ മുതൽ എൻ്റെ ബ്രാഹ്മണ ജീവിതത്തിലെ ഓരോ ചുവടിലും ഞാൻ സഫലത നേടുന്നവനാണ്. ഓം ശാന്തി.